എല്ലാവർക്കും നമസ്കാരം. അതായത് തമിഴ്നാട്ടിൽ ടി.വി.കെ വിജയ്, സിനിമാ നടൻ വിജയ് അധികാരം ഏറ്റെടുത്തു. അത് വലിയൊരു സംഭവം തന്നെയാണ്. വെറും 1 വർഷം പഴക്കമുള്ള ഒരു പാർട്ടിയാണ് തമിഴ്നാട് വെട്രി കഴകം. അപ്പോൾ ഈ പാർട്ടിയാണ് തമിഴ്നാട്ടിൽ അധികാരം ഏറ്റെടുക്കുന്നത്. കോൺഗ്രസിനും നേട്ടമുണ്ട്. 1960-കൾക്ക് ശേഷം ആദ്യമായി കോൺഗ്രസ് തമിഴ്നാട് മന്ത്രിസഭയിൽ അംഗമാകുകയാണ്. 2 മന്ത്രിമാരാണ് കോൺഗ്രസിനുള്ളത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ നേട്ടമാണ്. പക്ഷേ കോൺഗ്രസിന് മറ്റൊരു നഷ്ടബോധം കൂടെ ഉണ്ട്. കാരണം വിജയ് പാർട്ടി രൂപീകരിച്ച ഉടനെ കോൺഗ്രസിനെ ഒരുമിച്ച് മത്സരിക്കാനായിട്ട് വിജയ് തൻ്റെ പാർട്ടിയിലോട്ട് ക്ഷണിച്ചിരുന്നു. എന്നിട്ട് നിയമസഭാ ഇലക്ഷൻ വന്നപ്പോൾ 70 മുതൽ 80 സീറ്റ് വരെ കോൺഗ്രസിന് നൽകാം എന്നുള്ള വാഗ്ദാനവും വിജയ് കോൺഗ്രസ് നൽകിയിരുന്നു. പക്ഷെ അന്ന് ഈ കോൺഗ്രസിൻ്റെ ബുദ്ധിയില്ലായ്മയുടെ ലക്ഷണമാണ്. അന്ന് കോൺഗ്രസിന് അറിയില്ലായിരുന്നു വിജയ് ഇത്രയും ടോപ്പിൽ വിജയിക്കുമെന്ന്. അന്ന് ആ 70-80 സീറ്റ് വിജയുടെ പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നൊരു 30-35 സീറ്റോട് കൂടി കോൺഗ്രസ് ഒരു വലിയൊരു കക്ഷിയായിട്ട് തമിഴ്നാട്ടിൽ മാറുകയാണ്. ഇപ്പോൾ വെറും 5 സീറ്റുകൾ മാത്രമേ ഉള്ളൂ DMKയുടെ നേതൃത്വത്തിൽ വീണ്ടും മത്സരിച്ചിട്ട്. എന്നിരുന്നാലും സമയം വൈകിട്ടാണെങ്കിലും കോൺഗ്രസ് വിജയോടുള്ള ഓഫർ സ്വീകരിച്ച് വിജയിയുടെ മന്ത്രിസഭയിൽ, വിജയ് മുഖ്യമന്ത്രിയായിട്ടുള്ള മന്ത്രിസഭയിൽ 2 സീറ്റുമായി കോൺഗ്രസ് അധികാരം ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. പക്ഷേ വിജയുടെ ഒരു പ്രൊഫൈൽ ഭയങ്കരമാണ്. 1984 വിജയ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പം 84 ബാലതാരമായി 10-ാം വയസ്സിലാണ് വിജയ് അഭിനയിക്കുന്നത്. ഇന്ന് വിജയ്ക്ക് 52 വയസ്സ്. 52 വയസ്സിൽ ആദ്യമായി പൊളിറ്റിക്സിൽ ഇറങ്ങി ആദ്യമായി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ലോക രാഷ്ട്രീയത്തിൽ തന്നെ ഒരു സമാനതകളില്ലാത്ത ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആ നേട്ടം വിജയ് നേടി. വിജയ് ഇത് സുപ്രഭാതത്തിൽ നേടിയെടുത്തതല്ല. വിജയ് 84 ആദ്യ സിനിമ ബാലതാരമായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞു. വിജയുടെ അച്ഛൻ ചന്ദ്രശേഖരൻ സംവിധായകനാണ്. അമ്മ സംഗീത ഒരു പ്ലേ ബാക്ക് സിംഗറാണ്. ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ വിജയുടെ തന്നെ പാടിയിട്ടുള്ളത് അമ്മ തന്നെയാണ്. അപ്പോൾ ഈ വിജയുടെ പ്ലാനിങ് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 15 വർഷമായിട്ട് വിജയ് മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാധക സംഘടന, പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, ആ ആരാധക സംഘടന ഒരു ഏകീകൃത സ്വഭാവത്തോടു കൂടി, ഇപ്പം നമ്മുടെ മോഹൻലാലിനും മമ്മൂട്ടിക്കുമുള്ള താരാരാധന സംഘടന പോലെ അല്ല. യൂണിറ്റ്, മറ്റേ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത്, ജില്ലാ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ വിജയുടെ ആരാധക വൃന്ദവും തമിഴ്നാട്ടിൽ ബൂത്ത് തലം മുതൽ മുകളിലോട്ട് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി വരെ ഒരു സംഘടിത സ്വഭാവം രൂപീകരിച്ചിട്ടാണ് 15 വർഷം മുമ്പ് വിജയ് രൂപീകരിച്ചത്. അന്നൊക്കെ രാഷ്ട്രീയ സ്വഭാവമല്ല ആ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നത്. അത് പൊതുകാര്യങ്ങൾ, പുസ്തകം നൽകുക, പാവങ്ങളെ സഹായിക്കുക, മെഡിക്കൽ സഹായം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട് വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളാണ് വിജയ് നടത്തിപ്പോകുന്നത്. ആ ഒരു രീതിയാണ്, ആ ഒരു ആരാധക വൃന്ദത്തെയാണ് ഇന്ന് വിജയ് തമിഴക വെട്രി കഴകം TVK എന്നൊരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയത്. ഇത് വിജയ് മാത്രമല്ല, വിജയ്ക്ക് സഹായകരമായ ഒരുപാട് ഏജൻസികളും വിജയ്ക്ക് സഹായമുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഈ വിജയം, ഈ നമ്മളൊരു ഇലക്ഷൻ പ്രഡിക്ഷൻ ബുദ്ധിമാന്മാരുണ്ടല്ലോ, അവർക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് 100 മുതൽ 120 സീറ്റ് വരെ നേടുമെന്ന് പ്രഡിക്റ്റ് ചെയ്തത്. അത് അവരെ സംബന്ധിച്ചൊരു ബ്രില്യൻസ് തന്നെയാണ്. അങ്ങനെ തമിഴ്നാടിൻ്റെ നായകനായി വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്തു. അപ്പോൾ തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.